അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ അവസാന ഘട്ടം മിനുക്ക് പണിയിലാണ് കേട്ടോ. വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മൊത്തത്തിലൊരു വൃത്തിയാകാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് പ്രൈമർ അടിക്കുകയാണ് നമ്മൾ ആദ്യത്തെ അവസ്ഥകൾ കണ്ടിട്ടില്ലേനോ വീഡിയോയിൽ. ഇങ്ങനെയാണ് കേട്ടോ, ഫുള്ള് പൂപ്പലും കാര്യങ്ങളും കച്ചറമായ ചണ്ടിയൊക്കെ ആയിട്ട് വളരെ വൃത്തികേടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേന്. സ്ലാബിൻ്റെ മുകളിലൊന്നും ചവിട്ടാൻ കഴിയില്ലേന്, പെരുഞ്ചൂടേന് വെയിലത്ത് വരുമ്പോഴേ. ഇപ്പോൾ ആ അവസ്ഥകളൊക്കെ മാറി ഇപ്പോഴത്തെ ഒരു രംഗം കണ്ടു നോക്കി നിങ്ങൾ. ഇപ്പോൾ ഈ രീതിയിലാണ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ മനസ്സിനൊരു കുളിർമാണ് കേട്ടോ. ഈ വെള്ളം ഇങ്ങനെ കാണുമ്പോൾ വെയിലത്തുണ്ടല്ലോ, നമ്മൾ വയറ്റിൻ്റെ മുകളിലേക്ക് വെയിലടിച്ചിട്ട് കണ്ണിങ്ങനെ എന്താ പറയുക, കണ്ണ് ഒന്ന് അടച്ചു പോകും. അമ്മാതിരി എഫക്റ്റാണ്. ചൂടുള്ള സമയത്ത് സ്ലാബിൻ്റെ മുകളിൽ ചവിട്ടി കഴിഞ്ഞാലും തണുപ്പാണ്. ആ തണുപ്പ് നമുക്ക് താഴത്ത് നമ്മളെ റൂമിലേക്കൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫാൻ ഇട്ടിട്ട് നമ്മളെ റൂമിൻ്റെ ഉള്ളിൽ നട്ടുച്ച വരെ തിരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ ഒരു സംഭവം നോക്കി നിങ്ങൾ, നല്ല വൈബാണ്. ഇവിടെ കുത്തിരി നമുക്ക് ചെസ്സ് കളിക്കുക. കുട്ടികൾ ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഓടി കളിക്കില്ല. അപ്പോൾ അവരങ്ങനെ വീക്ഷിക്കാനും നമുക്കിങ്ങനെ മൊബൈലൊക്കെ ഇവിടുന്ന് ഇരുന്ന് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫൈനൽ സ്റ്റേജ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒഴിവുള്ള സമയത്ത് ഇവിടെ വന്നിട്ട് വിശ്രമിച്ചിട്ട് ചെസ്സൊക്കെ കളിക്കാൻ. ഈ ഒരു വൈബ് വല്ലാത്തൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വാട്ടർ പ്രൂഫ് ചെയ്തതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കറണ്ട് ബില്ല്, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ കറണ്ട് ബില്ല് നമുക്ക് നല്ല ലാഭിക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് മുന്നേ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു വിങ്ങല്. അപ്പോൾ നമുക്ക് AC ഇട്ടിട്ടല്ലാതെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നല്ല ചൂടുള്ള സമയത്തും ആ ഫാനിൻ്റെ മുകളിൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കി പോകാൻ കഴിയുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിൽ നമുക്ക് എന്താക്കുക, പീക്ക് ടൈം ഉണ്ടല്ലോ, അതായത് കറണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡബിൾ കറണ്ട് ചാർജ് ആവും. 6 മണി മുതൽ 10 മണി വരെ. അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അനുഭവം കേട്ടോ. ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ചൂടിങ്ങനെ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ഫുൾ ടൈം AC-ലേനി. അപ്പോൾ ഈ ഒരു ടൈമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കറണ്ട് ബില്ലായത്. 6 മണി മുതൽ 10 മണി വരെ. നമുക്കറിയില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കറണ്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാടാവും AC ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എന്താക്കാം, കുടുംബത്തിനൊക്കെ കൂട്ടി ടെറസിൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ട് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നല്ല കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനും, കുട്ടികൾ കളിക്കാനും, അതേപോലെ തന്നെ ചെസ്സ് കളിക്കാനും ഒരു 10 മണി വരെ നമുക്ക് എന്താക്കാം ഇവിടെ നിന്നിട്ട് സമയം ചിലവഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ലിൽ നല്ല മാറ്റം ഉണ്ടാവും. ഞാൻ അനുഭവിച്ച ആളാണ്, അതുകൊണ്ട് പറയാൻ. 10 മണിക്ക് ശേഷം AC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര ചാർജ് ആവില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് എത്രയായി ഇതിനെ നിങ്ങൾക്ക് ചെയ്യാനെന്നത്. വാട്ടർ പ്രൂഫ് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പല സാധനങ്ങൾ വെച്ചിട്ട് പല മോഡൽ ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ട് ഞാൻ ഫസ്റ്റ് കോട്ട് അടിച്ച് അന്ന് വീഡിയോ ചെയ്തിരുന്നല്ലോ. അന്ന് വൈകുന്നേരം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്ന് ചെറിയ ചെറിയ കുഴികളിലൊക്കെ വെള്ളം പോകാതെ. പക്ഷേ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്ലാബ് കുടിക്കുന്നൊരു പ്രശ്നമുണ്ട്. ഈ ഗ്യാപ്പ് കൂടി ഇറങ്ങിയിട്ട് അതൊന്നും ഇല്ല കേട്ടോ. ആ ഫസ്റ്റ് കോട്ട് തന്നെ അത് ഫില്ലായിട്ടുണ്ട്. രണ്ടാമത് കോട്ട് ചെയ്തപ്പോൾ ചൂട് നല്ല മാറ്റമുണ്ട്. നല്ല കമ്പനി സാധനമാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ